വെൽക്കം ടു മാസ്റ്റർ ജി വേൾഡ്. ഇന്ന് നമ്മുടെ ഓണം സീരീസിൽ 5ാമത്തെ റെസിപ്പി ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല സദ്യ സ്റ്റൈല് കട്ടി പരിപ്പ് കറിയാണ്. നമ്മൾ തൃശ്ശൂർ ഭാഗത്തുള്ള സദ്യയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ തിരുവിതാംകൂറിലേക്ക് കിടക്കുമ്പോൾ തെക്കൻ കേരളത്തിലാണ് കൂടുതലായിട്ട് ഈ കട്ടിപ്പരിപ്പ് കറി കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് നമ്മൾ ട്രഡീഷണൽ കേരള സദ്യ കഴിക്കാനായിട്ട്, അതായത് വളമ്പണേന് ഒരു ക്രമമുണ്ട്, അതറിയാലോ. നമ്മൾ ഓരോന്നും വളമ്പണേന് ഒരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ അത് കഴിക്കണേനുണ്ട് ഓരോ ചിട്ടകൾ. അവിടെയൊക്കെ സദ്യകളിൽ എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം തന്നെ ചോറിന് മുകളിലേക്ക് കുറച്ച് പരിപ്പ് വിളമ്പും, പരിപ്പിന് മുകളിൽ കുറച്ച് നെയ്യ് വിളമ്പും. എന്നിട്ട് ഒരു പിടി ചോറ് പരിപ്പും നെയ്യും പപ്പടവും കൂട്ടിയിട്ട് കുഴച്ചിട്ടാണ് ആദ്യം തന്നെ കഴിക്കുന്നത്. അവിടെ നിന്നാണ് സദ്യ സ്റ്റാർട്ട് ചെയ്യണത്. അതിനുശേഷം മാത്രമാണ് സാമ്പാർ, പുളിശ്ശേരി മുതലായ കറികളൊക്കെ വിളമ്പുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചറിയാം എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ പരിപ്പിന് എന്നുള്ളത്. സദ്യയിലെ ഏറ്റവും കേമന്മാരായിട്ടുള്ള പുളിശ്ശേരി, കാളൻ അല്ലെങ്കിൽ അങ്ങനത്തെ കറികളൊക്കെ അവിയലൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാവിൻ്റെ ആ ഒരു രുചി അറിയാനുള്ള ആ ഒരു കഴിവ് അതൊന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ പരിപ്പ് പോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അത് വിളമ്പണത്. ഇതിന് വല്ലാത്ത എരിവൊന്നുമില്ല കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് സാധാരണ ദിവസങ്ങളിലും വീട്ടിലുണ്ടാക്കാം. സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ കുടുംബത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന പാകത്തിലാണ് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഈ ഒരു കട്ടിപ്പരിപ്പ് കറി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് മതി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കാൻ. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായ ആൾക്കാർക്കും എളുപ്പത്തിൽ, ബാച്ചിലേഴ്സിന് വരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമുക്കിനി കൂടുതൽ പറയണ്ട, നമുക്ക് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് സദ്യ സ്റ്റൈല് കട്ടിപ്പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. സദ്യ സ്റ്റൈല് പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ചെറുപയർ പരിപ്പാണ്. ഞാനിവിടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ്, അതായത് 250 ml പരിപ്പാണ് എടുത്താക്കുന്നത്. ഒരു ചെറിയ കുടുംബത്തിന് സദ്യക്ക് പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു അളവ് മതിയായിരിക്കും. ആദ്യം തന്നെ നമ്മൾ ഈ പരിപ്പൊന്ന് വറുത്തെടുക്കണം. വറക്കാന്ന് പറഞ്ഞാൽ വല്ലാണ്ട് മൂത്തൊന്നും പോകണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പരിപ്പൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു കടായി വെച്ചു. നമുക്ക് പരിപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിവിടെ പരിപ്പ് മൂപ്പിച്ചതിന് ശേഷമാണ് അത് കഴുകിയെടുക്കുന്നത്. കാരണം മൂപ്പിച്ചതിന് ശേഷം കഴുകിയെടുക്കുമ്പോൾ പരിപ്പിന് ചിലപ്പോൾ ചില മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മണമൊക്കെ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പായസത്തിനൊക്കെ ചെയ്യണ പോലെ തന്നെ പരിപ്പൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് അത് കഴുകിയെടുക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ പരിപ്പാണ് നമ്മൾ വറക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പെട്ടെന്ന് മൂപ്പാവും അത്. അപ്പോൾ നമുക്ക് വല്ലാണ്ട് മൂത്തും കിട്ടണ്ട, ചെറുതായിട്ടൊന്ന് നിറം മാറി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ എപ്പോഴും കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേറെ പണിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പരിപ്പ് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വറക്കാനായിട്ട് നോക്കുക. പരിപ്പുണ്ടല്ലോ വല്ലാണ്ട് ചുമന്ന് പോകണ്ട. അപ്പോൾ പരിപ്പ് പാകമായി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക വെച്ചാൽ പരിപ്പ് മൂത്തൊരു മണം വരും, ഒരു വാസന വന്നു തുടങ്ങും. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇതിങ്ങനെ നിറം മാറിയെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ പാത്രം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പറയുന്ന പോലെ അടി കട്ടിയുള്ള പാത്രത്തിലാണ് നിങ്ങൾ പരിപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇരുന്നിട്ട് ഇനിയും പരിപ്പ് ചൂടാവും, ചിലപ്പോൾ കരിയും, നിറമൊക്കെ മാറാനായിട്ട് സാധ്യതയുണ്ട്. നിറം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് കറിക്ക് വലിയൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല, കാണാനായിട്ടൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിപ്പ് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ നിന്ന് മാറ്റണം. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടെടുക്കണം. ചൂടാറിയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ടെടുക്കണം.
ഇപ്പം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുത്ത പരിപ്പാണ്. നമുക്കിത് വേവിക്കാൻ വെക്കാം. ഞാനൊരു പ്രഷർ കുക്കറിലാണ് വേവിക്കാൻ വെക്കണത്. 2 വിസിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ ഈ ഇതിക്ക് ഒരു പച്ചമുളക്, ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എരിവും കൂടി വരണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഇതിക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് എടുത്തത്. നമ്മൾ 1 കപ്പ് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പരിപ്പാണ് എടുത്തത്. 1 കപ്പ് പരിപ്പ് എടുക്കുമ്പോൾ ഏകദേശം മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകമായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, പരിപ്പ് മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ, വല്ലാണ്ട് വെള്ളം കൂടുകയും വേണ്ട. അപ്പോൾ ആ ഒരു പാകത്തിന് നിങ്ങൾ വെള്ളം എടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോണത്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഉപ്പ് ചേർത്ത് തന്നെയാണ് വേവിക്കുന്നത്. ഇതിലും ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് വെന്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഉപ്പ് ചേർക്കാം. അപ്പം ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 250 ml പരിപ്പെടുത്തപ്പോൾ 500 ml നേരെ ഇരട്ടി വെള്ളം എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അളവെടുക്കണമെന്നൊന്നുമില്ല. നിങ്ങളെ ആവശ്യത്തിന് പരിപ്പെടുത്തതിന് ശേഷം പരിപ്പൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം എടുക്കുക. കാരണം ഇത് വല്ലാണ്ട് കട്ട കുത്തി വരരുത് വേവിച്ച് വരുമ്പോൾ. അതുകൊണ്ടാണ് പറയണത് പരിപ്പൊന്ന് മുങ്ങിക്കിടക്കണം. പിന്നെ നമ്മൾ നേരത്തെ സാമ്പാറിനൊക്കെ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുള്ള പേടിയും വേണ്ട. പിന്നെ പച്ചമുളക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. മഞ്ഞൾപ്പൊടി ആസ് യൂഷ്വൽ നമ്മൾ ഇതിലേക്ക് ഇടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഒരു 2 വിസിൽ വരണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂൺ നാളികേരമാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം ചേർക്കാണ്. നമ്മൾ ഇനി ഇതിലേക്ക് വേറെ അഡീഷണലായിട്ട് മുളക് പൊടിയോ വേറെ ഒന്നും ചേർക്കണില്ല. ഈ 2 പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളൊരു പച്ചമുളകും കൂടി ഓപ്ഷണലായിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. വളരെ ലളിതമായൊരു കറി എന്ന് പറയാം. കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി. ഇനി നമുക്ക് ഈ നാളികേരവും മുളകൊക്കെ അധികം വെള്ളം ചേർക്കാണ്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കാണാം അരച്ചെടുത്തിട്ട്. അപ്പം നമ്മുടെ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുക്കറിൽ നിന്ന് എടുത്തു. അപ്പോൾ എനിക്ക് വെള്ളമൊക്കെ പാകമായിരുന്നു, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളം കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ച് ചേർത്തോളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പും കൂടി ആവാമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പം ആകെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിക്ക് ഒരു ചെറിയ തള വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കണ നാളികേരം ചേർക്കാം. ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ കുക്കറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരമായി, അപ്പോൾ ഒന്ന് ചൂട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയൊരു തള വരുമ്പോഴേക്കും, അങ്ങനെ തിളയ്ക്കണം എന്നൊന്നുമില്ല, ഒന്ന് ചൂടായി കിട്ടുമ്പോഴേക്കും നമുക്ക് നാളികേരം ചേർക്കാം. നമ്മുടെ പരിപ്പ് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്, ചെറിയ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നാളികേരം ചേർക്കാം. അപ്പോൾ ഞാൻ നല്ല മഷി പോലെ അരച്ച് വെച്ച നാളികേരമാണിത്. ഈ നാളികേരം ഇതിലേക്ക് ചേർക്കാണ്. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ലാണ്ട് തിളപ്പിക്കില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ചെറിയൊരു പത വരാന്ന് പറയില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. നാളികേരത്തിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചസ്വാദ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നതോടുകൂടി തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ ഈ പരിപ്പ് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ സദ്യ സ്റ്റൈൽ കട്ടിപ്പരിപ്പ് കറിക്ക് വറുത്തിടാറില്ല, കടുകും മുളകൊന്നും താളിച്ചിടാറില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും.
അതിനുശേഷം ഇതുപോലെ കുറച്ച് വേപ്പില ഇടാറാണ് പതിവ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അച്ഛാ, പരിപ്പ് കറി സൂപ്പർ. എന്താ ഇതിന്റെ ടിപ്സ്? ഇന്നത്തെ നമ്മുടെ കട്ടിപ്പരിപ്പ് കറിയുടെ ടിപ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ പരിപ്പ് വേവിക്കുന്ന പോലെ നേരിട്ടല്ല പരിപ്പ് വേവിക്കുന്നത്. പരിപ്പ് ചെറുതായി ഒന്ന് വറുത്തതിന് ശേഷമാണ് നമ്മൾ വേവിക്കുന്നത്. പരിപ്പ് കഴുകണത് പോലും പരിപ്പ് വറുത്തതിന് ശേഷമാണ്. പിന്നെ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നു. സാധാരണ നമ്മൾ സാമ്പാറിനൊക്കെ പരിപ്പ് വേവിക്കുകയാണെങ്കിൽ പരിപ്പ് വെന്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർക്കാറ്. ഇവിടെ അങ്ങനെയല്ല, പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ വല്ലാണ്ട് എരിവൊന്നുള്ള ഒരു കറിയല്ല ഈ പരിപ്പ് കറി. നമ്മൾ ഇതിൽ അരപ്പിൻ്റെ കൂടിയാണ് മുളക് ചേർക്കുന്നത്. അരപ്പിൻ്റെ കൂടെ 2 പച്ചമുളകും ഒരു ചെറിയ സ്പൂൺ ജീരകവും ചേർത്ത് നല്ല മഷി പോലെ അരച്ച് ആ അരപ്പ് നമ്മൾ പരിപ്പിൽ ചേർക്കുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിപ്പരിപ്പ് കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഓണസദ്യയിൽ നിങ്ങളെല്ലാവരും ഈ ഒരു കട്ടിപ്പരിപ്പ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഓണസദ്യയിലെ ഒരു വിഭവം ഈ കട്ടിപ്പരിപ്പ് കറി ആവട്ടെ. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സുകളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നാളെ മറ്റൊരു ഓണവിഭവമായി. അതുവരെ ബൈ. പുന്നെല്ലിൻ ചോറു വിളമ്പി നിരനിരയായി ചെറുകറികൾ രുചിയേറും സാമ്പാറുണ്ടേ ഓരരുകിൽ പപ്പടവും പൈനാപ്പിൾ പച്ചടിയുണ്ടേ 100 തികയ്ക്കാൻ ഇഞ്ചിത്തൈരും അവിയലിന് കൂട്ടുപിടിക്കാൻ ഓലൻ കാളൻ തകതകതൈ പുന്നെല്ലിൻ ചോറു വിളമ്പി നിരനിരയായി ചെറുകറികൾ വയറു നിറച്ചോടല്ലേ വരുന്നുണ്ടേ വമ്പന്മാർ പാലടയും പഴം പരിപ്പും ഗോതമ്പും ചക്കയുമായി പ്രഥമനുകൾ പലവിധമായി രുചിയേറും കറികൾ കൂട്ടാം മണമൂറും പായസവും നാടിൻ്റെ തനിമയുമായി വർമ്മാസിൻ രുചിമേളം